നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തേർഡ് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് ഫ്യൂവൽസ്. എന്താണ് ഫ്യൂവൽ? ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പർ ബേണിങ്ങിൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഫ്യൂവൽസ്. പ്രോപ്പറായിട്ട് ബേൺ ചെയ്താൽ അവർ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, അല്ല റിലീസ് ചെയ്യും. അതിനെയാണ് ഫ്യൂവൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഫ്യൂവലിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്വൻറ്റ് കാർബൺ ആയിരിക്കും. സോ വാട്ട് ആർ ഫ്യൂവൽസ്? ഫ്യൂവൽസ് ആർ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസസ്. കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണ് ഫ്യൂവൽസ്. അതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്വൻസ് കാർബൺ ആയിരിക്കും. ഈ ഫ്യൂവൽസ് പ്രോപ്പറായിട്ട് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ് ചെയ്യും. അതാണ് ഫ്യൂവൽസിൻ്റെ പ്രത്യേകത. സോ ഫ്യൂവൽ എന്താണ്? കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് ആണ്. മെയിൻ കോമ്പോണൻറ്റ് അല്ലെ മെയിൻ കോൺസ്റ്റിറ്റ്വൻസ് കാർബൺ ആയിരിക്കും. ഇത് പ്രോപ്പർ ബേണിങ്ങിൽ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഇനി ഫ്യൂവലിന് എക്സാമ്പിളാണ് നമ്മൾ കാണുന്ന വുഡ്, ചാർക്കോള്, കോള്, കെറോസിൻ, പെട്രോൾ, ഡീസൽ, പ്രൊഡ്യൂസർ ഗ്യാസ്, ഓയിൽ ഗ്യാസ്. ഇതെല്ലാം ഫ്യൂവലാണ്. വുഡ്, ചാർക്കോള്, കോള്, കെറോസിൻ, പെട്രോൾ, ഡീസൽ, പ്രൊഡ്യൂസർ ഗ്യാസ്, ഓയിൽ ഗ്യാസ് ഇതെല്ലാം എന്താണ്? ഫ്യൂവൽസ് ആണ്. ഇനി എങ്ങനെയാണിത് ഹീറ്റ് റിലീസ് ചെയ്യുന്നത്? കമ്പസ്റ്റൻ നടക്കുമ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. കമ്പസ്റ്റൻ നടക്കുമ്പം ഈ ഫ്യൂവലിനകത്തെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ ആറ്റങ്ങൾ എന്ത് ചെയ്യും? അവർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. സോ കമ്പസ്റ്റൻ നടക്കുമ്പോൾ ഫ്യൂവലിനകത്തെ കാർബൺ, ഹൈഡ്രജൻ ഇതിൻ്റെയൊക്കെ ആറ്റം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഒരു റാപ്പിഡ് റേറ്റിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. എങ്ങനെയാണ് ഈ എനർജി ലിബറേറ്റ് ചെയ്യുന്നത്? ഈ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് റീഅറേഞ്ച് ചെയ്യും. കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് റീഅറേഞ്ച് ചെയ്തിട്ട് പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും പോലെയുള്ള പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഇങ്ങനെ പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പം ഈ പുതിയ കോമ്പൗണ്ട്സിന് എനർജി കുറവായിരിക്കും. ന്യൂ കോമ്പൗണ്ട്സിന് ലെസ് എനർജി ആയിരിക്കും. പുതുതായിട്ട് ഫോം ചെയ്ത കോമ്പൗണ്ട്സിന് ലെസ് എനർജി ആയിരിക്കും. സോ അവിടെ ഒരു എനർജി ഡിഫറൻസ് വന്നു. റിയാക്റ്റൻസിൻ്റെ എനർജിയും പ്രോഡക്റ്റിൻ്റെ എനർജിയും തമ്മിലൊരു എനർജി ഡിഫറൻസ് വന്നു. ഈ എനർജിയാണ് കമ്പസ്റ്റൻ നടക്കുമ്പം റിലീസ് ചെയ്യുന്നത്. അതായത് കമ്പസ്റ്റൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചാൽ റിയാക്റ്റൻസിൻ്റെ എനർജിയും പ്രോഡക്ട്സിൻ്റെ എനർജിയും തമ്മിലൊരു എനർജി ഡിഫറൻസ് വന്നു. ആ എനർജി ഡിഫറൻസ് ആണ് കമ്പസ്റ്റൻ നടക്കുമ്പം റിലീസ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ഫ്യൂവൽസ്? ഫ്യൂവൽസ് ആർ കമ്പസ്റ്റബിൾ സബ്സ്റ്റൻസ് whose main constituent is carbon, which on burning liberates large amount of heat. അതാണ് ഫ്യൂവൽസ്. നമുക്കിനി ഫ്യൂവൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഫ്യൂവൽസിനെ പ്രൈമറി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്യൂവൽ, ആർട്ടിഫിഷ്യൽ ഓർ സെക്കൻഡറി ഫ്യൂവൽസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഫ്യൂവൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാച്ചുറൽ ഓർ പ്രൈമറി ഫ്യൂവൽസ് എന്നും ആർട്ടിഫിഷ്യൽ ഓർ സെക്കൻഡറി ഫ്യൂവൽസ് എന്നും. നാച്ചുറൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ നേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫ്യൂവൽസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ നേച്ചർ, അതാണ് നാച്ചുറൽ അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂവൽസ്. എക്സാമ്പിൾ പറഞ്ഞാൽ വുഡ്, പീറ്റ്, പെട്രോളിയം, അതുപോലെ നാച്ചുറൽ ഗ്യാസ്, കോള് ഇതെല്ലാം നാച്ചുറൽ ഫ്യൂവൽസ് ആണ്. വുഡ്, പീറ്റ്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, കോള് ഇതെല്ലാം എന്താണ്? അത് നാച്ചുറൽ ഫ്യൂവൽസ് ആണ്. നേച്ചറിൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ടൈപ്പാണ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽസ്. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫ്യൂവൽസിൽ നിന്നും പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഓർ സെക്കൻഡറി ഫ്യൂവൽസ് പ്രൈമറി ഫ്യൂവൽസ് അല്ലെങ്കിൽ നാച്ചുറൽ ഫ്യൂവൽസിൽ നിന്നും പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കെറോസിൻ ഓയിൽ, ഡീസൽ ഓയിൽ, പെട്രോള്, കോൾ ഗ്യാസ് ഇതെല്ലാം സെക്കൻഡറി ഫ്യൂവൽസ് ആണ്. നമുക്കറിയാം പെട്രോളിയത്തിൽ നിന്നാണ് നമുക്ക് കെറോസിനും ഡീസൽ ഓയിലും പെട്രോളും ഒക്കെ കിട്ടുന്നത്. സോ കെറോസിൻ, ഡീസൽ ഓയിൽ, പെട്രോള്, കോൾ ഗ്യാസ് ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡറി ഫ്യൂവൽസ് ആണ്. സോ നേച്ചറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് നാച്ചുറൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ പ്രൈമറി ഫ്യൂവൽസും ഈ പ്രൈമറി ഫ്യൂവൽസിൽ നിന്നും പ്രോസസ്സ് ചെയ്ത് അല്ലെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് സെക്കൻഡറി ഫ്യൂവൽസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്യൂവൽസ്. ഇനി ഫ്യൂവൽസിനെ നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽസ്, ഗ്യാഷ്യസ് ഫ്യൂവൽസ് ഇങ്ങനെയും കൂടി ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ് കാലോറിഫിക് വാല്യൂ? കാലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്യൂവലിൻ്റെ യൂണിറ്റ് മാസ് അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം ഫ്യൂവൽ എടുക്കുക. യൂണിറ്റ് മാസ് അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം ഫ്യൂവൽ എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പം എന്തുമാത്രം ഹീറ്റ് ലിബറേറ്റ് ചെയ്യും അതിനെയാണ് കാലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്.
So what is calorific value? It is the total quantity of heat liberated when a unit mass or volume of the fuel is burned completely. യൂണിറ്റ് മാസ് അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം ഫ്യൂവൽ എടുക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുമ്പം എന്തുമാത്രം ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കലോറിഫിക് വാല്യൂ പറയുമ്പം നല്ല ഒരു ഫ്യൂവൽ ആണെങ്കിൽ കലോറിഫിക് വാല്യൂ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. നല്ല ഒരു ഫ്യൂവൽ ആണെങ്കിൽ അതിൻ്റെ കലോറിഫിക് വാല്യൂ ഹൈ ആയിരിക്കും. അത് ഓർത്തിരിക്കുക. നല്ല ഒരു ഫ്യൂവലിൻ്റെ, ഒരു ഗുഡ് ഫ്യൂവലിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഹൈ കലോറിഫിക് വാല്യൂ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് കലോറി എന്ന് പറഞ്ഞാൽ 1 ഗ്രാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് റൈസ് ചെയ്യാൻ വേണ്ടുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ്. എന്തുമാത്രം ഹീറ്റ് കൊടുത്താൽ 1 ഗ്രാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കൂട്ടാൻ പറ്റും. അതിനെയാണ് നമ്മൾ 1 കലോറി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് 1 കലോറി? 1 calorie is the amount of heat required to raise temperature of 1 gram of water through 1 degree centigrade. 1 ഗ്രാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയർത്താൻ വേണ്ടുന്ന ഹീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, കലോറി എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞാണ്. നമുക്കിനി കോള് സ്റ്റാർട്ട് ചെയ്യാം. കോള് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.